ഇനി പോകേണ്ടത് ചാലക്കുടിയിലേക്കാണ്. അപ്പോൾ വടകര അംഗത്തിൽ ട്രെൻഡ് ഒപ്പത്തിനൊപ്പം നമ്മൾ ഇനി പോകുന്നു ചാലക്കുടിയിലേക്ക്. വലതുപക്ഷത്തോടാണ് പൊതുവെ കൂറ്, പക്ഷേ ഇടതുപക്ഷത്തെയും വിജയിപ്പിച്ച് വിസ്മയിപ്പിച്ച ചരിത്രമുണ്ട് ചാലക്കുടി എന്ന പഴയ മുകുന്ദപുരത്തിന്. ചാലക്കുടി പുഴയുടെയും പെരിയാറിന്റെയും കരകളിൽ 2 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമാണ്. 2009 മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2 തവണ കോൺഗ്രസും 1 തവണ LDFും ചാലക്കുടിയിൽ വിജയിച്ചു. ഇത്തവണ ചതുഷ്കോണ പോരിന് കളമൊരുക്കി 2020യും കളത്തിലുണ്ട്. രാഷ്ട്രീയ ബലാബലത്തിനായി വീണ്ടും കാഹളം മുഴങ്ങുമ്പോൾ ആരായിരിക്കും ചാലക്കുടി പിടിക്കുക എന്നത് സസ്പെൻസ് ആണ്. സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ബെന്നി ബെഹനാൻ കോൺഗ്രസിന് വേണ്ടി വീണ്ടും ഇറങ്ങുന്നു. സി രവീന്ദ്രനാഥ് എന്ന മുൻ മന്ത്രിയെയാണ് CPIM ഇറക്കുന്നത്. KA ഉണ്ണികൃഷ്ണനാണ് BDJ സ്ഥാനാർത്ഥിയായി കളത്തിലുള്ളത്. വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇവർക്ക് 3 പേർക്കും അനുകൂലമാകുമോ ആ ഘടകങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നിർണായകമാവുക അവിടുത്തെ ക്രൈസ്തവ വോട്ടുകളാണ്. ക്രൈസ്തവ വോട്ടുകൾ ഇക്കുറി എങ്ങോട്ട് ചലിക്കും? യാക്കോബായക്കാർക്ക് കൂടുതൽ വോട്ടുള്ള മണ്ഡലമാണ്. യാക്കോബായക്കാർ ആരെയെങ്കിലും പൂർണ്ണമായി തുണയ്ക്കുമോ? 2020 പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് വിനയാകും? എറണാകുളം, തൃശൂർ ജില്ലകളുടെ രാഷ്ട്രീയം ഒരുപോലെ ചേർന്ന് കിടക്കുന്നതാണ്. 4+3 ആണ്. 2 ജില്ലകളും ചേർന്നുള്ള രാഷ്ട്രീയം ആരെയായിരിക്കും തുണയ്ക്കുക? 3 നിയമസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടും നിർണായകമാണ്. അപ്പോൾ ചാലക്കുടിയിലെ കളി ഒട്ടും ചെറുതല്ല. ഈ 3 പേരിൽ ആർക്കായിരിക്കും ജയസാധ്യതയെന്നറിയാൻ നമുക്ക് പോകാം അർജുൻ മട്ടന്നൂരിലേക്ക്. ചാലക്കുടിക്കാരൻ അർജുൻ മട്ടന്നൂർ തയ്യാറാണ്. അർജുൻ, ചാലക്കുടിയുടെ കറന്റ് ട്രെൻഡ് എങ്ങനെയാണ്? സുജയ പറഞ്ഞതുപോലെ മുകുന്ദപുരമായി ഏതാണ്ട് 13 തിരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ അതിൽ 10ൽ UDF വിജയിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഇടതുപക്ഷം അപ്രതീക്ഷിത വിജയം നേടിയ മണ്ഡലമാണ് ചാലക്കുടി. കെ കരുണാകരനും പനമ്പള്ളി ഗോവിന്ദ മേനോനും ഒക്കെ തന്നെ മത്സരിച്ച അതേ മണ്ഡലത്തിൽ ലോനപ്പൻ നമ്പാടനും ബാലാനന്ദനും വിജയിക്കുന്നുണ്ട്. മാത്രവുമല്ല ചാലക്കുടി ആയ ശേഷവും അത്തരത്തിൽ ഇന്നസെന്റ് അട്ടിമറി വിജയം നേടുന്നുണ്ട്. ഇത്തരത്തിൽ ആർക്കൊപ്പം നിൽക്കുമെന്ന് പറയാൻ കഴിയാത്ത 2 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് ചാലക്കുടി. എന്തായാലും ഇത്തവണ ഈ മണ്ഡലത്തിലുള്ളവർക്ക് വളരെ പരിചിതരായ 2 പേർ തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം നടക്കുന്നത്. നിലവിലെ MP കൂടിയായ ബെന്നി ബെഹനാൻ മണ്ഡലത്തിൽ വ്യക്തിബന്ധങ്ങളുള്ള ആളാണ്. മണ്ഡലത്തിലുടനീളം സൗഹൃദങ്ങളും സ്വാധീനവുമുള്ള ആളാണ്. അതോടൊപ്പം തന്നെ സി രവീന്ദ്രനാഥ് മണ്ഡലത്തിൽ വളരെ പരിചയമുള്ള ആളാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കരുത്ത് തെളിയിച്ച ആളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ജനകീയ മുഖം വലിയ തോതിൽ ഇത്തവണ അനുകൂലമാകുമെന്ന പ്രതീക്ഷ LDFിനുണ്ട്. ഇത്തരത്തിൽ 2 പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 1,32,000-ലധികം വോട്ടുകൾക്കാണ് ബെന്നി ബെഹനാൻ വിജയിച്ചത്. ഇത്തവണ ഏറ്റവും നിർണായകമാവുക 2020യുടെ വോട്ടുകൾ തന്നെയാണ്. 2020 ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നൊരു സവിശേഷത ഈ തിരഞ്ഞെടുപ്പിലുണ്ട്. എറണാകുളത്തും ചാലക്കുടിയുമാണ് മത്സരിക്കുന്നത്. അതിൽ തന്നെ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന, ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ വെക്കുന്നത് ചാലക്കുടിയിലാണ്. കുന്നത്തുനാട് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് 4 പഞ്ചായത്തുകളിലടക്കം വലിയ സ്വാധീനമുള്ള 2020 മറ്റ് മേഖലകളിൽ കൂടി പ്രചാരണം നടത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വോട്ട് അത് ആർക്ക് തിരിച്ചടിയാവുമെന്നത് ഏറെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകൾ വളരെ നിർണായകമാണ് ചാലക്കുടി മണ്ഡലത്തിൽ. പ്രത്യേകിച്ച് യാക്കോബായ വോട്ടുകൾ കഴിഞ്ഞ കുറച്ചു കാലമായി ഇടതുപക്ഷത്തോട് അടുപ്പം കാണിക്കുന്നുണ്ട്. ഇത്തവണയും അത് തുടരുമെന്ന പ്രതീക്ഷ ഇടതുപക്ഷത്തിന് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് കത്തോലിക്ക വോട്ടുകളൊക്കെ തന്നെ സമാഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ UDFിനുമുണ്ട്. ഇത്തരത്തിലുള്ള പോരാട്ടമാണ് ചാലക്കുടിയിൽ നടക്കുന്നത്. സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുന്നിലുള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. കറന്റ് ട്രെൻഡ് ആസ് ഓഫ് നൗ ആർക്കൊപ്പമാണ്? ആരാണ് മുന്നിൽ? സുജയ, അത് പ്രവചിക്കാൻ കഴിയില്ല. 2 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വെക്കുന്നുണ്ട്. മാത്രവുമല്ല ഈ 2 മുന്നണികൾ നേടുന്ന വോട്ടുകൾ മാത്രമല്ല, ഈ 2020 അടക്കമുള്ള മറ്റുള്ളവർ നേടുന്ന വോട്ടും ഇത്തവണ നിർണായകമാകും. അതുകൊണ്ട് തന്നെ എന്താണ് ചാലക്കുടിയിൽ സംഭവിക്കുക എന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും സി രവീന്ദ്രനാഥും ബെന്നി ബെഹനാനും ഒരുപോലെ ചാലക്കുടി മണ്ഡലത്തിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അർജുൻ മട്ടന്നൂർ. ചാലക്കുടിയിൽ അപ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് സസ്പെൻസ് ആണ്. ജൂൺ 4-ന് ഒരു സസ്പെൻസ് ത്രില്ലർ ചാലക്കുടിയിലും കാത്തിരിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. മത്സരരംഗത്തുള്ള ഈ 3 പേർ മാത്രമല്ല, മറ്റുള്ളവർ പിടിക്കുന്ന വോട്ടും നിർണായകമാണ്. നമുക്കിനി നോക്കാം ചാലക്കുടിയുടെ നോ യുവർ കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത. മൂന്ന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയത്തിൽ കരുത്തരാണ്. അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കൂടി. ബെന്നി ബെഹനാൻ
ബെന്നി ബെഹനാൻ കേരള സർവകലാശാലയിൽ നിന്നും ബികോം ആണ് അദ്ദേഹത്തിന്റെ ബിരുദം. സി രവീന്ദ്രനാഥ് MSc കെമിസ്ട്രിയാണ്. KA ഉണ്ണികൃഷ്ണൻ SSLC ആണ്. ഇതാണ് ചാലക്കുടിയിലെ 3 സ്ഥാനാർത്ഥികളുടെയും വിദ്യാഭ്യാസ യോഗ്യത. ഓരോ സ്ഥാനാർത്ഥിയെയും അടുത്തറിയാൻ പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ അവസരമൊരുക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ യോഗ്യതയും വിദ്യാഭ്യാസ യോഗ്യതയും ജനങ്ങൾക്കിടയിലുള്ള അവരുടെ സ്വാധീനവും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ജനങ്ങൾ തങ്ങളുടെ MP ആരായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ അവതരിപ്പിക്കുന്നു KYC, Know Your Candidate Before You Vote.